ഹലോ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ വോട്ട് ഏകദേശം നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചാരണങ്ങൾ വളരെ തകൃതിയായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാർട്ടിക്കാരും അവർക്ക് ഉറക്കും ഊണും ഒന്നും ഇല്ലാതെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉറക്കം ഊണിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതങ്ങ് കഴിഞ്ഞ് അവർ ജയിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഉറക്കം ഊണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവർ ഉറങ്ങിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഈ ഉറങ്ങാതിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പോയിട്ട് ഉറങ്ങിക്കോ. നമുക്ക് ഉറങ്ങുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഭക്ഷണം കറക്റ്റായി കഴിക്കുക. ഇതിൻ്റെ ബാക്കിൽ ഓടിയതിനെ കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വോട്ട്, ഈ പ്രചാരണം ഇവരെ തകൃതിയായിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് റുപ്യ ചിലവാക്കി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും പല വണ്ടികളും പല പാർട്ടികളും പല വേദികളും ഓരോ ആളും ഓരോ തരത്തിൽ തിരിഞ്ഞു പിടിച്ച് കുറ്റം പറയുന്നു. ഇതൊക്കൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളക്കാർക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജാസ്തിയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ എത്ര വോട്ടേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഒരു വോട്ട് നമ്മൾ ആർക്ക് ചെയ്യണം, നമ്മൾ ഏത് ചിഹ്നത്തിൽ ചെയ്യണം, ഏത് പാർട്ടിക്ക് ചെയ്യണം ഓൾറെഡി സ്റ്റിക്കാണ്. അത് നിങ്ങൾ പ്രചാരണത്തിലൂടെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചാൻസും കുറവാണ്. ഒരു 90%, 99% ചാൻസ് ഇല്ല. ഇത് ഇവർ വന്നിട്ട് പല പാർട്ടിക്കാരും ഈ CPM വന്നിട്ട് കോൺഗ്രസിനെ കുറ്റം പറയുന്നു, കോൺഗ്രസ് വന്നിട്ട് CPM കുറ്റം പറയുന്നു, BJPക്കാർ രണ്ടാളെയും കുറ്റം പറയുന്നു. BJPക്കാർ പിന്നെ അവർക്കെന്ന് വെച്ചാൽ അവരെ വർഗീയത ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്ക്. പിന്നെ അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവർ പിന്നെ അവർ വഴിക്കങ്ങ് പോയിക്കോട്ടെ. അവർക്ക് വോട്ടും കിട്ടാൻ പോകുന്നില്ല, അവർ ജയിക്കാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവരിങ്ങനെ എല്ലാവരും ഞാനും ഉണ്ടെന്നുള്ള പറഞ്ഞ പോലെ അവർ ഈ 3 ആളെയും വെച്ചിട്ട് ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. നടക്കട്ടെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ടർമാർ, നമുക്ക് ഇന്ന് വരെ കേരളത്തിനൊരു കുറവൊന്നും ഉണ്ടായിട്ടില്ല. മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്ത് നമുക്കൊരു കുറവുമില്ല. എസ്പെഷ്യലി നമ്മൾ ഈ 10 കൊല്ലത്തിൽ നമുക്കൊരു കുറവും നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, നല്ല വികസനം മാത്രമേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ് ഇന്നലെ ഞാൻ കുറേ പ്രചരണം ന്യൂസിൽ കണ്ടു. കേരളത്തിൻ്റെ മുരടിച്ച അവസ്ഥയാണ്, കേരളത്തിലെ വികസനം മുരടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരിടത്തും വികസനം മുരടിച്ചിട്ടില്ല, ഒരിടത്തും ഒരു ബുദ്ധിമുട്ട്. കേരളം നമ്പർ 1 ആയിട്ട് വികസനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതുകൊണ്ട്